Today we discuss about sequences of real numbers. It is a chapter from Introduction to Real Analysis by Sherbert and Bartle, Calicut University, BSc 6th Sem, prescribed book. നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും +1 +2 എല്ലാം കാൽക്കുലസ് പഠിച്ചിട്ടാണ് വന്നത്. അതായത് കംപ്ലീറ്റ് നമ്മൾ കുറേ മെത്തേഡ് പഠിക്കും. ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, കംപ്ലീറ്റ് പ്രോബ്ലം സോൾവിങ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്നുള്ള മെത്തേഡിലേക്ക് വരുന്നില്ല, കംപ്ലീറ്റ് തിയററ്റിക്കലാണ്. ഇതെല്ലാം ചാപ്റ്ററിൻ്റെ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, എല്ലാം സെയിം പേരുകൾ തന്നെയാണ്. പക്ഷേ തിയറിയാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അപ്പോൾ തിയറി എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ വേണ്ടത്, എഴുതി വയ്ക്കാനുള്ള ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ വേണം. അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പേപ്പറുകൾ എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. അല്ല പ്രോബ്ലം സോൾവിങ് മാത്രമാണ് മാത്തമാറ്റിക്സ് എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് മാറി കംപ്ലീറ്റ് ആയിട്ട് തിയറി പഠിക്കാനുള്ള ഒരു ട്രെൻഡിലേക്ക് വരണം. ഓക്കെ, ചാപ്റ്ററിലേക്ക് വരാൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് ടുഡേ വി ഡിസ്കസ് അബൌട്ട് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി സ്റ്റഡി അബൌട്ട് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ടു ഇമ്പോർട്ടൻറ്റ് concepts, convergent sequence and divergent sequence, and we study a lot of theorems. എല്ലാ തിയറംസും നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്. എല്ലാ തിയറത്തിൻ്റെ ബേസ് കൺവേർജൻ്റ് സീക്വൻസ് ആണ്. എപ്പോഴാണ് തിയറം കൺവേർജൻ്റ് ആവുക, എപ്പോഴാണ് തിയറം ഡൈവേർജൻ്റ് ആവുക, അതെങ്ങനെയാണ് പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക, അതിനുള്ള തിയറംസാണ്. ഈ ഓരോ തിയറം പഠിക്കുമ്പോഴും നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ മെയിൻ രണ്ട് ഐഡിയ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ, അതായത് കൺവേർജൻറ്റ് സീക്വൻസ് ആൻഡ് ഡൈവേർജൻറ്റ് സീക്വൻസ്. പിന്നെ സിമ്പിളായിട്ടുള്ള ബൗണ്ടഡ് സീക്വൻസ്, കോഷി സീക്വൻസ്, മൊണോട്ടോൺ സീക്വൻസ്, കൺട്രാക്റ്റീവ് സീക്വൻസ്, ഇങ്ങനെ ചെറിയ ഐഡിയകൾ. ഈ ഓരോ ഐഡിയ വരുമ്പോഴും നമ്മുടെ മുന്നിൽ വരുന്നത് തിയറംസാണ്. തിയറംസ് എന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുക. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്ത് തന്നെ പ്രൂവ് ചെയ്ത് എഴുതണം. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. ഒരു ബ്രീഫായിട്ട് എൻ്റെ പ്രൂഫിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പുകൾ, നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് 3-4 സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓർമ്മിക്കുക, എഴുതി വയ്ക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അത് ബോറിംഗ് അല്ലേ മാത്തമാറ്റിക്സിൽ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഹിയർ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം n to r. n means set of natural numbers, r set of real numbers. X is a function. So domain set of natural numbers. So put n equal to domain 1, 2, 3, 4, etc. The range is real numbers. That range values we denoted small x subscript 1, x1, x2, x3, etc. That range values. It is a sequence of real numbers or sequences in R. Because the range x1, x2, x3, etc. are contained in R ആണ്. They are real numbers. That is why it is called a sequence in R. ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Such a function is called a sequence of real numbers. Next concept, convergent sequence and divergent sequence.
Before the formal definition, we take it to well-known examples. A very simple but interesting example. Sequence 1 by n. Put n equal to 1, 2, 3, etc. We get 1, 1 by 2, 1 by 3, etc. 1, 1 by 2, 1 by 3, etc. has a property. What is that property? ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 1, 1 by 2, 1 by 3, 1 by 4, 1 by 5, etc. If n equal to 100, 1 by n. If n equal to 1000, 1 by 1000. So, it has the property. Which property? Decreasing. 1, then 1 by 2, then 1 by 3, 1 by 4, 1 by 100. അപ്പോഴേക്ക് 0യുടെ അടുത്തേക്ക് വന്നു. 1 by 100 പോയിന്റ് what? 0, 1. 1 by 10 0.1 ഉള്ളൂ. 1 by 100 നമ്മൾ 0.01 ആയി. 1 by 1000 0.001 ആയി. So close to 0. So when n is large, 1 by n close to 0. That is an important property. That is a property of a convergent sequence. Ultimately infinite number of terms or ultimate terms. അൾട്ടിമേറ്റ് മീൻസ് n ഈസ് ലാർജ് ആകുന്ന ടേംസുകളല്ല. ഇപ്പോൾ n നമ്മളൊരു 100ൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 100 മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമും, അതായത് 1 by 100, 1 by 101, 1 by 102 എത്ര ടേം ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ദേ ആർ ക്ലോസ് ടു 0 ആണ്. അപ്പോൾ 1 മുതൽ 1 by 100 വരെ 0 അല്ല നമ്മൾ എടുക്കാം. ഇനി 1 by 100 ശേഷമുള്ള ടേം എല്ലാം ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. 0 എന്നുള്ള നമ്പറിൻ്റെ ക്ലസ്റ്ററിലാണ് വരിക, അതായത് അതിനടുത്തായിരിക്കും. അപ്പോൾ we can find a finite real number 0. The terms close to that number. And we say that this sequence converges 0. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? 1, 1 by 2, 1 by 3, etc. എന്നുള്ള സീക്വൻസ് 0യിലേക്ക് കൺവേർജ് ചെയ്യും. കാരണം എന്താണ്? n വെരി ലാർജ് ആയാൽ 1 by n 0 ആണ് കിട്ടുക. 1 by infinity, n tends to infinity എന്താണ്? 1 by infinity 0. അപ്പോൾ n is very large, 1 by n ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ടെൻസ് ടു 0 ഓർ അപ്രോച്ചസ് 0. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലാവും വിചാരിക്കുന്നു. ദിസ് ഈസ് എ കൺവേർജന്റ് സീക്വൻസ്. 1, 1 by 2, 1 by 3, 1 by 4, എക്സെട്ര ഈസ് എ കൺവേർജന്റ് സീക്വൻസ്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 by 2, 1 by 3 വാല്യൂ കുറഞ്ഞ് n വെരി ലാർജ് ആകുമ്പോൾ 1 by 1 lakh, 1 by 1 crore എന്ന് എഴുതിയാൽ പ്രാക്ടിക്കലി ക്ലോസ് ടു 0. That is, this sequence converges to 0. ഇനി അല്പം കൂടെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ converges to 0 means it has the limit to 0. n tends to infinity, 1 by n 0 ആകും. അതിനാണ് നമ്മൾ ലിമിറ്റ് n tends to infinity, 1 by n equal to 0. അത് ലിമിറ്റ് n tends to infinity, 1 by n എന്താവും? 1 by infinity ആവും equal to 0. So it has the limit to 0 means it converges to 0. അപ്പോൾ നമുക്ക് വേറൊരു ഡെഫിനേഷൻ കിട്ടി. എ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഈഫ് ഇറ്റ് ഹാസ് എ ലിമിറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൈവേർജൻറ്റ് എന്തായിരിക്കും? ഇറ്റ് ഹാസ് നോ ലിമിറ്റ്. അത് നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ ക്ലിയർ ആണ്. 1, 2, 3, 4, എക്സെട്ര ഏത് വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്? അങ്ങനെ നമ്പറേ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 1, 2, 3, 4, എക്സെട്ര അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. സോ ദിസ് സീക്വൻസ് ഹാസ് നോ ലിമിറ്റ്. It is a divergent sequence. So note these two examples. First sequence convergent, second sequence divergent. ആ ഒരു ഐഡിയ തന്നെ നമുക്ക് ആ സീക്വൻസിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഫസ്റ്റ് സീക്വൻസിൻ്റെ നേച്ചർ എന്താണ്? n വെരി ലാർജ് ആകുമ്പോൾ ഒരു ഫൈനൈറ്റ് റിയൽ നമ്പറിന് അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. ഈ റിയൽ നമ്പർ 0യുടെ അടുത്തേക്ക്. പക്ഷേ സെക്കൻഡിൽ ഏത് നമ്പറിൻ്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്? 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 1000 crore, 10 crore, 100 crore അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഒരു റിയൽ നമ്പറിന് അടുത്തേക്ക് ടെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ഡൈവേർജൻ്റ് സീക്വൻസ്. ഇത് അൺബൗണ്ടഡ് ആണ്. 1, 2, 3, 4, എക്സെട്ര ക്ലിയറിൽ ഒരു ബൗണ്ടും ഇല്ല, അൺബൗണ്ടഡ്. അപ്പോൾ നമുക്ക് വേറെ റിസൾട്ട് കൂടെ കിട്ടും. അപ്പോൾ മുന്നോട്ടുള്ള സ്റ്റഡിയിൽ നമുക്ക് വരുന്നതാണ് അൺബൗണ്ടഡ് ആയാൽ ഡൈവേർജൻ്റ് ആകും. അൺബൗണ്ടഡ് ഇംപ്ലൈസ് ഡൈവേർജൻ്റ്. അപ്പോൾ ഫസ്റ്റോ ഇതൊക്കെ അൺബൗണ്ടഡ് അല്ലല്ലോ. 1 നിന്ന് 0 വരെ അല്ലേ മൂവ് ചെയ്യുന്നുള്ളൂ. 0 എലമെൻ്റ് അല്ല, 1 ഇവിടെ എലമെൻ്റ് ആണ്. 1നും 0യ്ക്കും ഇടയ്ക്കാണ് എല്ലാ എലമെൻറ്റും. ഇത് ക്ലിയർ ആയിട്ടും ബൗണ്ടഡ് ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റിസൾട്ട് കിട്ടും. കൺവേർജൻറ്റും ആണ് ബൗണ്ടഡും ആണ്.
ഇത് കൺവേർജൻ്റ് ആണ്, അറ്റ് ദി സെയിം ടൈം ബൗണ്ടഡ് ആണ്. ദാറ്റ് ഈസ് അവർ റിസൾട്ട്. കൺവേർജൻ്റ് സീക്വൻസസ് ആർ ബൗണ്ടഡ് ഓർ എവരി കൺവേർജൻ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എഴുതരുതെന്ന്. കൺവേർജൻ്റ് സീക്വൻസ് ഇംപ്ലൈസ് ബൗണ്ടഡ് എന്ന് എഴുതി വയ്ക്കാവൂ. അല്ല, ബൗണ്ടഡ് ഇംപ്ലൈസ് കൺവേർജൻ്റ് എന്ന് എഴുതിയാൽ തെറ്റാവും. കാരണം ഇവിടെ താഴെ നോക്കണം, 1 2 3 4 എക്സെട്ര എന്നുള്ളത് അത് അൺബൗണ്ടഡും ആണ് ഡൈവേർജൻറ്റും ആണ്. അപ്പോൾ കോൺട്രാ പോസിറ്റീവായി. കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്താണ്? അൺബൗണ്ടഡ് ഇംപ്ലൈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ രണ്ട് റിസൾട്ടായി. നമ്മൾ വെരി സിമ്പിൾ റിസൾട്ട്. കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ്. ഇവിടുത്തെ കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ്. തിരിച്ചിങ്ങോട്ട് പറയരുത്, ബൗണ്ടഡ് ഇംപ്ലൈസ് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അൺബൗണ്ടഡ് ഇംപ്ലൈസ് ഡൈവേർജൻ്റ് ആവും. കാരണം എന്താണ്? അൺബൗണ്ടഡ് ഇംപ്ലൈസ് കൺവേർജൻ്റ് എഴുതിയാൽ കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ് ആവും. അപ്പോൾ അൺബൗണ്ടഡ് ഇംപ്ലൈസ് ബൗണ്ടഡ് ആവും. അത് ശരിയല്ലല്ലോ. അപ്പോൾ അൺബൗണ്ടഡ് ഇംപ്ലൈസ് കൺവേർജൻ്റ്, പക്ഷേ കൺവേർജൻ്റ് ഇംപ്ലൈസ് ബൗണ്ടഡ്. അതെങ്ങനെ ശരിയാവുക? അൺബൗണ്ടഡ് ബൗണ്ടഡ് സെയിം ആവുമോ? അപ്പോൾ അൺബൗണ്ടഡ് ഇംപ്ലൈസ് ഡൈവേർജൻ്റ് ആവുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. എ സീക്വൻസ് ഈസ് അൺബൗണ്ടഡ്, ദെൻ ഇറ്റ് ഈസ് ക്ലിയർലി ഡൈവേർജൻ്റ്. തിയറംസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ റിസൾട്ട് 2-3 ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ഫങ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ഇൻ ടു റിയൽ നമ്പേഴ്സ് ഈസ് ആൾവേസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി 2 ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്, കൺവേർജൻ്റ് സീക്വൻസ് ആൻഡ് ഡൈവേർജൻ്റ് സീക്വൻസ്. കറക്റ്റ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഐഡിയ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് ഉണ്ടോ നോക്കുക. ലിമിറ്റ് ഉണ്ടോ അത് കൺവേർജൻ്റ് ആയിരിക്കും, ലിമിറ്റ് ഇല്ലേ ഡൈവേർജൻറ്റും ആയിരിക്കും. അതിനുള്ള 2 എക്സാമ്പിളാണ് ഞാനിവിടെ കോട്ട് ചെയ്തത്. 1 1/2 1/3. അതിനാണ് നമ്മൾ സീക്വൻസ് 1/n എഴുതുന്നത്. 1 1/2 1/3 എക്സെട്ര എന്ന് എഴുതിയാൽ അതിന് ലിമിറ്റ് ഉണ്ട്. കാരണം എന്താ? അത് 0 എന്നുള്ള നമ്പറിന് അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ദി ലിമിറ്റ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർജിങ് ടു 0 ഓർ ഇറ്റ് കൺവേർജസ് ടു 0 എന്ന് പറയാം. പക്ഷേ സെക്കൻഡ് എക്സാമ്പിൾ 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് അടുത്തേക്ക് ടെൻഡ് ചെയ്യുന്നില്ല. അത് അൺബൗണ്ടഡ് ആണ്, ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ പറയുമ്പോൾ ഡൈവേർജസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്നാണ് പറയുക. ഈ 2 ചെറിയ കൺസെപ്റ്റുകൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഞാൻ പറഞ്ഞു തിയറംസ് ആണ്. തിയറം പ്രൂവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ തന്നെ എഴുതുമ്പോൾ ഇത് നമുക്ക് നല്ലൊരു ലാംഗ്വേജിൽ എഴുതണം. നല്ല ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയ സാധനം തന്നെ ആയിരിക്കണം പേപ്പറിലേക്ക് എഴുതി വയ്ക്കുന്നത്. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ റിയലി ഈസി ആയിട്ട് വരും. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പേപ്പർ വിഷമമായിട്ടും വരും. ഓക്കെ, ഞാൻ ഇത്രയും എടുത്തത് ഇഷ്ടമായി എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. വി ക്യാൻ സീ മോർ ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്.